ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ പറഞ്ഞാൽ ഇന്ന് തൊട്ട് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലീവ് കിട്ടും എന്നൊക്കെ പറഞ്ഞതായിരുന്നു. വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പൊക്കെ സെറ്റാക്കി ചെയ്യാനിരിക്കുമായിരുന്നു. ചിലവരൊക്കെ ചെയ്തു തുടങ്ങി പാതിയായിരുന്നു. സോ അപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത്, ക്യാമ്പ് ഇല്ല, ക്യാമ്പ് പിന്നത്തേക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞ്. സോ അങ്ങനെ ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ആദ്യം ഞാൻ കുടയില്ലാണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഇറങ്ങിയപ്പോൾ അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെയിൽ കൂടി എൻ്റെ ഉച്ചയിലടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുട എടുത്തത്. എന്താണെന്ന് അറിയില്ല ഗൈസ്, വെയിലും ഞാനും ഈ ആജന്മ ശത്രു എന്നൊക്കെ പറയുന്ന പോലെയാണ്. എനിക്ക് വെയിലൊന്നും പറ്റില്ല ഗൈസ്. ഈ വെയിൽ കൊണ്ട് എൻ്റെ അന്നത്തെ ദിവസം പോയി. ഈ വീട്ടിലിരുന്നാൽ ഡിപ്രഷൻ അടിക്കും, പുറത്തിറങ്ങിയാൽ മൈഗ്രെയിൻ വരും എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ ഗൈസ്. എനിക്ക് നല്ല തലവേദന എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും കുടയില്ലാണ്ട് പോകില്ല. കുട മസ്റ്റാണ്. അങ്ങനെ നീണ്ട നടപ്പിനൊക്കെ ശേഷം എൻ്റെ കോളേജിലെത്തിയേക്കാണ് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ കോളേജ്. ഇതെന്റെ ഫ്രണ്ടാണ് ഗൈസ്. അവളിങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ചിട്ടൊക്കെ വരൂ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. നാട്ടുകാരെ മൊത്തം കണ്ടിട്ട് വരുന്ന ഹെപ്സി. അണ്ണാ റെഡി ഒന്ന് പൊട്ടിക്കാൻ പാടേ യൂസ് ചെയ്യാത്തോണ്ടേ. ഞാൻ വേറെ ഹലോ ഗായ്സ്, നമുക്ക് ഭയങ്കര വിശപ്പ്. വന്നോടെ തന്നെ ക്യാൻറ്റീനിൽ കയറണമെന്ന്. ഞങ്ങളുടെ ഇൻവേർട്ടഡ് ചങ്കാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. ഇവിടെ വ്യത്യസ്തമായ പലഹാരങ്ങളൊക്കെ വരും. പക്ഷെ ഉച്ചക്ക് വന്ന് നോക്കി ഒറ്റ എണ്ണൊന്നും കാണൂല. ഗൈസ്, ക്യാൻറ്റീനിൽ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. മാക്സിമീറ്റയോ അങ്ങനെ പറഞ്ഞൊരു പൊട്ടറ്റോ ചിപ്സ്. കാണാനൊക്കെ ലുക്ക് ഉണ്ട്. പക്ഷെ കഴിച്ചു കഴിയുമ്പോ നോക്കട്ടെ എക്സ്പ്രഷൻ. കുഴപ്പമില്ല, പക്ഷെ എന്റെ ടേസ്റ്റ് ഒരു മാതിരി. അങ്ങനെ ചായയൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഒരു സബ്സ്ക്രൈബർ വന്നു ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നു. വളരെ നല്ലതാണ്. എന്തിനു ക്ഷണിക്കുന്നു? സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണാൻ വേണ്ടിട്ട് ഗൈസ്. അങ്ങനെ ക്യാൻറ്റീൻ പോക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു ക്ലാസ്സിലേക്ക്. അവളെ കാണിക്കില്ലേ? അവിടെ കാറും മുൾമുടിയുടെ അറ്റം കാണിക്കാം. ഇതാണ് അളകുന്നത്. ഞങ്ങളുടെ റെപ്പ് ഈ പട്ടാപ്പതിനാറിന് ഫ്ലാഷ് ഇടുവാണ്. അതങ്ങനെ ആയിപ്പോയതാ. എന്താണ് ഞങ്ങളുടെ ഗുണ്ട വാസുണ്ട്. നർത്തകി കം ആങ്കർ കം എന്തു സംഭവം ബ്ലോഗ്. ഡൈനോസർ കരയുന്നത് എങ്ങനെ? ഞാനോ? ഡൈനോസർ ആ നീ തന്നെ. എനിക്കിങ്ങനെ അറിയാനാ. ചുമ്മാ ഒരു എക്സ്പ്രഷൻ കിട്ടോ ജുറാസിക് പാർക്കിൽ നിന്നൊക്കെ. സോറി ഗൈസ്, ആ എക്സ്പ്രഷൻ എനിക്ക് അറിയത്തില്ല. അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് വന്ന് നമ്മള് ചെയ്യുന്നതായിരിക്കും. ഡൈനോസർ അറിയുന്നത് എങ്ങനെയാ? ഇത് ഒറ്റ പോയത് ഡൈനോസറായിട്ടോ. ഗായ്സ്, ഞങ്ങള് ഫ്രീ അവർ കിട്ടിയപ്പോ ചാടിയതാണ് പുറത്തേട്ട്. എവിടെ പോണേ? കണ്ടാ ഓടിപ്പോയി. നമ്മള് ഇവൾക്ക് വേണ്ടിയാണ് പോണേ, പക്ഷെ ഓടിപ്പോയി. നമ്മുടെ സ്വന്തം ആലിഫിലാണ് പോകുന്നത്. തൊടുപുഴയിൽ അല്ലസറി പഠിക്കുന്ന ഒരാൾക്ക് ആലിഫ് അറിയാതിരിക്കില്ല. സകലമാന ആൾക്കാരും അവിടെയാണ്. ആലിഫ് നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് വേണ്ടി പറയാം. ഇപ്പൊ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പച്ചക്കറി ഇതൊന്നും കിട്ടുന്നില്ല. അത് അതടുത്തുള്ള കടയിൽ നിന്ന് കിട്ടും. ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഉള്ളൂ. ആളെ നിങ്ങക്ക് കാണാൻ പറ്റൂല. എന്റെ റിവീലിംഗ് ഒക്കെ ഒരു യൂട്യൂബ് റീച്ച് ചെയ്യും. അറ്റവും പാലും ഒക്കെ കാണുമായിരിക്കും. ഞാൻ ജസ്റ്റ് അറ്റവും പാലം കൊടയൊക്കെ കണ്ടതേ. ഇതാണ് എന്റെ ഈ ലേഡി ബഗിന്റെ കൊടയുള്ള കുട്ടിയാണ് നമ്മുടെ എല്ലാവർക്കും. കൊട മാറ്റണം.
എന്തായാലും ഞാൻ സ്റ്റോറി ഇടും. ഈ ബ്ലോഗർ വേറൊരു ബ്ലോഗറിനെ വേണേ കാണിച്ചു തരും. എടി ബ്ലോഗറെ, അടുത്ത ബ്ലോഗർ, 2 ബ്ലോഗേഴ്സ് തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇതാണ് മേഷ്ന മോഹൻ. ചാനലിന്റെ പേര് പറയാം. ചാനലിന്റെ പേര് പറഞ്ഞു. ഹായ് ഗായ്സ്, ഞാൻ മേഷ്ന മോഹനൻ ഫ്രം കോഴിക്കുന്ന്. ഇത് അടുത്ത ബ്ലോഗർ. ബ്ലോഗർ തന്നെ കോളേജില്. ഐ ആം ഫ്രം എറണാകുളം. ഓക്കെ ബൈ. അമിത. കാണാൻ നല്ല വൈബല്ലേ? ഞങ്ങൾ ചുറ്റും കാടിനുള്ളിലാണ് അത്രയൊന്നും ഇല്ല. വേണ്ടി 2 മരം കണ്ട ഓടുന്നു ഗൈസ്. എനിക്ക് ആകെ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു തണല് നീ എടുത്ത് മാറ്റി കളഞ്ഞു. ഇവിടെ പേരിന് വേണ്ടിയാണ് മരം. ലുക്കൊക്കെ ഉണ്ട്, ലുക്കിന് കൊള്ളാം, മറ്റേ ഡെക്കറേഷനൊക്കെ കൊള്ളാം. പക്ഷെ കീഴിൽ നിൽക്കാൻ പറ്റില്ല. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു ബെഞ്ച് എന്തെങ്കിലും ഒക്കെ പണിതിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു, ഒന്ന് ഇരിക്കായിരുന്നു. അതൊന്നും ഇവിടെ ഇല്ല. പാർക്കല്ല, കോളേജിലൊക്കെ ബെഞ്ചൊക്കെ ഇല്ല ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഇതാണ് ഗൈസ് ആലിഫ് സ്റ്റോർ. ഇവിടെ സകലമാന സാധനങ്ങളും കിട്ടും. ഒരു ബർത്ത്ഡേ വന്നാലും ക്രിസ്മസ് വന്നാലും എല്ലാവരും ഇവിടേക്കാണ് ഓടുന്നത്. അമിത എല്ലയ്ക്ക് വാങ്ങാൻ വന്നതാ അല്ലേ? കൈയാണിക്ക്, കൈയാണിക്ക്. ഗായ്സ്, അങ്ങനെ ഞാനും വാങ്ങിയൊരു സാധനം ക്രോഷറ്റ് ഉണ്ടാക്കാനാണ് വാങ്ങിയത്. ഇനി ഇത് എങ്ങനെയൊക്കെ ആകും എന്നറിയില്ല, യൂട്യൂബ് നോക്കണം. എന്തായാലും വാങ്ങി. ഗായ്സ്, ഞങ്ങള് ഇവൾക്ക് കൂട്ടു വന്നതാണ്. എന്നിട്ട് ഞാൻ പേടിച്ച്, എന്നിട്ട് ഞാനും പേടിച്ച്. ഈ കടയിൽ കയറി അങ്ങനെയാണ് നമ്മള് അല്ലേ, ഇങ്ങനെ ആകർഷിക്കും ഓരോ കാര്യങ്ങളും. പക്ഷെ ഞാൻ തളർന്നില്ല ഗൈസ്. ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ. സ്റ്റുഡിയോ തിങ്സ് ഗായ്സ്, സ്റ്റുഡിയോ തിങ്സ്. കോസ്റ്റ്ലി, എക്സ്പെൻസീവ് ആണ്. നെയിൽ പോളിഷ് നിങ്ങൾ കാണണം, വെട്ടിത്തിളങ്ങി റെഡ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആലിഫ് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത കടയിലേക്ക് കയറി. ഇവിടെ തിന്നാനും കുടിക്കാനുമാണ് കോളേജ് ഓപ്പൺ ആക്കിയിട്ട് വന്നത്. രാവിലെ ക്യാൻറ്റീനിൽ അംഗം, ഇപ്പൊ ഇവിടെ ഷേക്ക് കുടിക്കാനുള്ള ഇത്. എന്തായാലും തീറ്റ കുടി. ഇനി ചെന്നിട്ട് ചോറ് കഴിക്കണം. ചോറും മീൻകറിയും, പിന്നെന്താ പീര, മീൻ പീര, മെഴുകുവരട്ടിയുണ്ട്, മീൻ വറുത്തത്, അച്ചാറ്. ഇതൊക്കെയാണ് ഇനി അടുത്തത്. ഗൈസ്, ഞാൻ ഒരു യാർഡ് മേടിച്ചു, ഹുക്ക് മേടിച്ചു. എന്നല്ലേ പറയാം, ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് 2-3 പ്രാവശ്യം ചെയ്ത് മടുത്ത്. അത് ആവുന്നില്ല. കൈ വെച്ച് എന്തോ ഒരു സംഭവം, കൈ വെച്ച് കുറെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒരു ബൊക്കെ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ കാണിച്ചു തരാം. ഈശ്വരോ, ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാണ്? ഇത്ര നേരം നന്നായിട്ട് ക്യാമറ കണ്ട് കോൺഫിഡൻസ് ഒന്ന് കാണിച്ച് ചെയ്ത ഭാഗം ഒന്ന് കാണിച്ച്. നിങ്ങൾ ഇത് കാണുമ്പോ ഓർക്കും ഇത് എന്ത് തേങ്ങയാന്ന്. I can see something. Trust the process. It's going to be something. എന്തൊക്കെയോ ആകാൻ പോകുന്നുണ്ട്. അങ്ങനെ ആയിരിക്കല്ലേ, ഒന്നും കാണാൻ പറ്റില്ല. കണ്ടു എങ്ങനെയുണ്ട് ചെയ്തിട്ട്? എങ്ങനെയുണ്ട്?
ചെയ്തിട്ടോ നല്ല ക്ഷമ വേണം. നല്ല ക്ഷമ എന്ന് പറഞ്ഞാല് നല്ല ക്ഷമ വേണം, ഇല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് പോകും മനുഷ്യന്. അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ട് പോയത്. നമ്മളിതിങ്ങനെ കണ്ടോ ഇങ്ങനെ ചെയ്തോണ്ട് മീൻ കെട്ടായി കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ നമ്മൾ കഴിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത്. എവിടെയെങ്കിലും കെട്ടായി കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ചെയ്തത് വേസ്റ്റ് ആവും. ചെയ്തു തീരട്ടെ എന്തായാലും. എന്താണ് വെള്ളം എടുക്കാൻ ഒരു കുപ്പി വെള്ളം എടുക്കാൻ 3 പേര്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി ഇറങ്ങി നടന്നു 3 പേരും 3 വഴിക്ക് പോകുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.